ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FAUGP തേർഡ് സെമസ്റ്റർ MDC മലയാളത്തിൽ BCom വിദ്യാർത്ഥികൾക്കായി പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് മഹൂദ് കൂരിയയുടെ കാലിക്കുളമ്പടികൾ എന്നുള്ളത്. സാമൂഹ്യ ശാസ്ത്രകാരനും എഴുത്തുകാരനും ചരിത്ര പണ്ഡിതനുമായ മഹൂദ് കൂരിയ അദ്ദേഹം മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ സമീപനങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് മഹൂദ് കൂരിയയുടെ മൃഗകലാപങ്ങൾ എന്നുള്ളത്. മൃഗകലാപങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള കാലിക്കുളമ്പടികൾ എന്നുള്ളത്. ഇത് ആന, കുതിര, കഴുത തുടങ്ങിയ മൃഗങ്ങൾ മലബാർ കലാപകാലത്ത് വഹിച്ച പങ്കിനെ കുറിച്ചിട്ടുള്ള മഹൂദിൻ്റെ പഠനങ്ങൾ ശ്രദ്ധേയമാണ്. മൃഗങ്ങളെ ചരിത്രാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന പുതിയ പഠന സമ്പ്രദായത്തിലെ മികച്ച ഗവേഷണങ്ങൾ പെടുന്ന കൃതി കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃഗകലാപങ്ങൾ എന്നുള്ളത്. അങ്ങനെ മലബാർ സമരത്തിൻ്റെ മനുഷ്യേതര ചരിത്രം എങ്ങനെ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് കാലിക്കുളമ്പടികൾ എന്നുള്ള അധ്യായത്തിൽ. ആനയും കുതിരയും പശുവും പോത്തും എരുമയും കഴുതുകയും ഒക്കെ തന്നെ ഈ ജീവികൾ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ ഇടപെട്ടത് എന്ന നിരീക്ഷണമാണ് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ സവിശേഷപരമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലും ജാതമതഭേദ്യമന്യേ വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഉപജീവനത്തിനായും വിൽപ്പനയ്ക്കായും ദാനം നൽകുന്നതിനായും പണയം വയ്ക്കുന്നതിനായും ഭക്ഷണത്തിനായും ഇവയെ വളർത്തിപ്പോകുന്നു എന്നുള്ളതുമാണ് ചരിത്ര വസ്തുത. ഇവയെ ചുറ്റിപ്പറ്റിയാണ് പല കാലങ്ങളിലും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും മുന്നോട്ട് നീങ്ങിയിരുന്നത്. കേരളത്തിൻ്റെ പുരാതന കാലത്തെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതം കന്നുകാലികളുമായി ബന്ധപ്പെട്ടാണ് ഇഴചേർന്ന് കിടക്കുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഏറനാടിന് കാളകളുമായിട്ടുള്ള സവിശേഷപരമായ ബന്ധത്തെ വിവരിക്കുന്നുണ്ട്. ഏറനാട് എന്നാൽ കാളകളുടെ നാട് എന്നാണ് അർത്ഥം. ഏറിളി നാട് അഥവാ ഏറനാട് എന്ന പ്രദേശത്തെക്കുറിച്ച് പെരിപ്ലസുകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ തിണ്ടീസ് അല്ലെങ്കിൽ ഇന്നത്തെ കടലുണ്ടിയോ പൊന്നാനിയോ ആവാം, അല്ലെങ്കിൽ ബേപ്പൂർ തുടങ്ങിയ തീരപ്രദേശത്ത് പിന്നിലുള്ള കിഴക്കൻ ഉൾപ്രദേശമാണ് ഇതെന്നും ഇവിടെ അധികാരികളും പ്രമാണികളും ഏറാടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്നും വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ഏറനാട്ടിലെ കർഷകർ നടത്തിയിട്ടുള്ള ആദ്യകാല സമരങ്ങളിൽ ചിലത് പശുക്കൾക്ക് വേണ്ടി കൂടിയുള്ളതായിരുന്നു. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരങ്ങളുടെ ചരിത്രം ഗ്രന്ഥകാരൻ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. 1896 സമരത്തിന് മുന്നോടിയായി സമരത്തിൽ പങ്കെടുത്ത 363 പേർ മദ്രാസിലെ ഗവർണർ ഇൻ കൗൺസിലിംഗ് ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി. ഈ ഹർജിയിൽ മലബാറിലെ ജന്മിമാരുടെ ആക്രമണത്തെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും ജന്മിമാരുടെ വന്യമായ ആക്രമണത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 1854 മലബാറിലുണ്ടായ ഒരു നിയമപ്രകാരം ഇവിടുത്തെ മാപ്പിളമാർക്ക് കത്തിയോ തോക്കോ മറ്റോ ആയുധങ്ങളോ കൈവശം വെക്കാനോ ഉപയോഗിക്കാനോ അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് വന്യമൃഗങ്ങളും ആക്രമണങ്ങളും നേരിട്ട് വന്ന ജനതയ്ക്ക് ജീവിക്കാൻ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പശുക്കളെയും കന്നുകാലികളെയും മറ്റും പുലികളും ആക്രമിക്കുന്നത് പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തങ്ങളുടെ വിളകൾക്കും കന്നുകാലികൾക്കും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. സർക്കാരും ജന്മിമാരും നിരന്തരം ആവശ്യപ്പെട്ടതിനനുസരിച്ച് നികുതിയും പിഴകളും അടയ്ക്കേണ്ടി വന്നപ്പോൾ അവർക്ക് അധികമായി കൃഷിഭൂമി കണ്ടെത്തേണ്ടി വരികയും അവിടങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശ സംരക്ഷണം എന്നതായിരുന്നു അവരുടെ ഹർജിയിൽ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പാണ്ടിക്കാട് കലാപത്തെക്കുറിച്ചും അതിനുശേഷം ചില സവർണ ജന്മിമാർ തങ്ങളുടെ സഹോദരികളോട് ചെയ്ത ക്രൂരങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ഇതിൽ പറയുന്നത് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന കിഴക്ക് പാലക്കാടും കൊച്ചിയിൽ നിന്ന് വടക്കോട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിൽ 363 പേർ ഹിജ്റ വർഷം 1013 റമദാൻ മാസത്തിൽ കലാപം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി അവസാനിക്കുന്നത്. തങ്ങളുടെ ജീവിക്കാനുള്ള വഴികളെല്ലാം മുടങ്ങുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് തങ്ങൾ ആയുധമെടുക്കേണ്ടത് എന്നതിൻ്റെ സൂചന കൂടിയിട്ടാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്.
പിന്നീട് 18-19 നൂറ്റാണ്ടുകളോടുകൂടി മലബാറിൽ കൃഷി വ്യാപകമാവുന്നുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിഭൂമിക്കും കന്നുകാലികൾക്കും വൻതോതിൽ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. 1851 വള്ളുവനാട് കുളത്തൂരിൽ നടന്ന സമരത്തിൽ കൂലിപ്പണിക്കാരായ 2 ചെറുപ്പക്കാർ പങ്കെടുത്തിരുന്നു. പാടം ഉഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് കാളകളെയും കലപ്പയും കൊണ്ട് അവർ ഇറങ്ങിയത്. കലാപത്തിന് പുറപ്പെട്ട അവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല എന്ന ഗവൺമെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കനോലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാളകളെയും കൊണ്ട് പാടത്ത് പണിയെടുക്കാൻ പോകുന്നു എന്ന വ്യാജേന സമരരംഗത്തേക്ക് ഇറങ്ങിയ ചെറുപ്പക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒട്ടേറെയുണ്ട്. ഉത്തരേന്ത്യയിൽ പശുക്കളുടെ പേര് നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. മലബാർ സമരകാലത്തും സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശക്തമായ ഉപകരണമായിരുന്നു പശുക്കൾ എന്നുള്ളത്. പശുവിനെ കൊന്ന് അവയുടെ കുടലുകളും എല്ലുകളും അമ്പലങ്ങളിലും വിഗ്രഹങ്ങളും നിക്ഷേപിച്ചെന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരെ നടന്നിരുന്നു. പലതവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മാപ്പിളമാർ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ വർഗീയ കലാപങ്ങൾ എന്ന് ഇത് വ്യാഖ്യാനിക്കാൻ അന്ന് ശ്രമമുണ്ടായിരുന്നു. അത് അസിസ്റ്റന്റ് കളക്ടറായിരുന്ന ഗോപാലൻ നായരുടെ എഴുത്തുകളിൽ ഇതൊക്കെ കാണാം വളരെ വ്യക്തമായിട്ട്. വില്യം ലോഗന്റെ കുറിപ്പുകളിലും ഭക്ഷണത്തിനാവശ്യത്തിനായി പശുവിനെ കൊന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1884 കലാപങ്ങൾ തൃക്കല്ലൂർ ക്ഷേത്രം കലാപകാരികൾ പിടിച്ചെടുക്കുകയും സൈന്യം തങ്ങളെ തേടി വരുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്ത സമയത്ത് ക്ഷേത്ര സമീപത്ത് നിന്ന് കിട്ടിയ ഒരു പശുവിനെ ഭക്ഷണത്തിനായി അറുത്തു കഴിച്ചിരുന്നു എന്നും 1921-22 കാലത്തെ കലാപങ്ങളുടെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഖിലാഫത്ത് നേതാക്കന്മാർ ജയിൽവാസത്തിന് ശേഷം മോചിതരായി തിരിച്ചു വന്നപ്പോൾ പൂക്കോട്ടൂരിലെ മാപ്പിളമാർ പശുവിനെ അറുത്ത് ആഘോഷിച്ചതായി ഹിച്ച്കോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നായരുടെ പശുവായിരുന്നു അത് എന്നും എന്നാൽ ആ പശുവിനെ വില കൊടുത്ത് വാങ്ങിച്ചതാണോ മോഷ്ടിച്ചതാണോ എന്ന കാര്യമൊന്നും ഹിച്ച്കോക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിൽ മമ്പുറത്തേക്ക് യാത്ര ചെയ്ത കലാപകാരികളുടെ സംഘങ്ങൾ 3 കാളകളെ അറുത്ത് കൊണ്ടോട്ടികളിൽ നിന്ന് അരി വരുത്തിച്ചതായും തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തേങ്ങകൾ ഇട്ടതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കുറിപ്പുകളിലൊന്നും സാമുദായികമോ വർഗീയമായിട്ടുള്ള ധ്വനി ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. പശു, പോത്ത്, കാള എന്നീ കന്നുകാലികൾ മനുഷ്യരുടെ മതപരമായ വേർതിരിവുകളുടെ പ്രതിനിധാനങ്ങളായി വിഭജിക്കപ്പെട്ടതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. 1922 പ്രസിദ്ധീകരിച്ച സി ശങ്കരൻ നായരുടെ ഗാന്ധി ആൻഡ് അനാർക്കലി എന്ന പുസ്തകത്തിലെ അതിലെ അനുബന്ധവും ഇതിന് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മലബാറിലെ യാത്രാമാർഗത്തിന് വേണ്ടി പ്രധാനമായിട്ടും കാളകളെ ഉപയോഗിച്ചിരുന്നു എന്നും കാളവണ്ടികളും ചുമട്ടുകാളകളും ഉണ്ടായിരുന്നുവെന്നും കാളവണ്ടികൾക്ക് പോകാൻ സൗകര്യപ്രദമായ സഞ്ചാരപാതകൾ ആവശ്യമായിരുന്നു എന്നും എന്നാൽ ചുമട്ടുകാളകൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നില്ല എന്നും ഏത് ദുർഘടമായ വഴികളിൽ കൂടിയും അവ സഞ്ചരിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുധങ്ങളും യുദ്ധസന്നാഹങ്ങളും സൈനികർക്ക് വേണ്ട ഉപയോഗിച്ച സാധനങ്ങളും വെള്ളവും ഭക്ഷണവും എല്ലാം വലിക്കാനും അവയെ ഈ കാളകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും ബ്രിട്ടീഷ് സൈന്യത്തിന് കാളവകുപ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നും സ്വന്തമായി കാളകളെ സൈന്യത്തിലേക്ക് എടുക്കുന്നതിന് പകരം ആവശ്യാനുസരണം കൂലിക്കും വാടകയ്ക്കും കണ്ടെത്തുകയായിരുന്നു പതിവ് എന്നൊക്കെ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കന്നുകാലികൾ കലാപത്തിലെ തൊണ്ടിമുതലുകളായി തീർന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പുല്ലങ്കോട്ട് എസ്റ്റേറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ സമരങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് സമർപ്പിച്ച ദീർഘമായ ഹർജി പോലെ അൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ട മലബാറുകാരിൽ നിന്നും ഇപ്രകാരമുള്ളൊരു ഹർജി സമർപ്പിക്കപ്പെട്ടതായി ലേഖകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലം ഉഴുതാനുള്ള തങ്ങളുടെ കാളകൾ ചത്താൽ പുതിയ ഒരെണ്ണത്തിനെ വാങ്ങാൻ വീണ്ടും വായ്പ കിട്ടുന്നില്ല എന്നും അത് സ്വന്തമായി കണ്ടെത്തേണ്ടി വരുന്നുവെന്നും അവരെ അതുവരെ കൃഷി മറ്റും ചെയ്ത് പട്ടിണി മാറ്റാൻ വളരെ ബുദ്ധിമുട്ട് എന്നുമൊക്കെ ഈ ഹർജിയിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. 1925 കന്നുകാലികൾ വ്യാപകമായിട്ടുള്ള രോഗം വന്ന് ചത്തപ്പോൾ ആ മൃഗങ്ങളുടെ മേൽ നിലവിലുള്ള ലോണുകൾ എഴുതിത്തള്ളുകയും ഉടമകൾക്ക് പുതിയ ലോണുകൾ പാസ്സാക്കുകയും ചെയ്തു എന്നും ഇവിടെ ഈ ചരിത്രരേഖകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പല രീതികൾ കന്നുകാലികൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അവയുടെ ചരിത്രം സാമ്പ്രദായികപരമായ ചരിത്ര വിവരണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ കാലിക്കുളമ്പടികൾ എന്ന അധ്യായത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് കന്നുകാലികളുടെ പങ്കെന്തായിരുന്നുവെന്നും അല്ലെങ്കിൽ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ മൃഗങ്ങൾ
അവിഭാജ്യ ഘടകമായതിനെ കുറിച്ചിട്ട് മഹൂദ് ഗൂരിയയുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.